എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ട്രിവാൻഡ്രം ഭാഗം കൊല്ലം ഭാഗത്തൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഗാർഡൻ വർക്ക് ചെയ്യുന്ന ഒരു ടീമിൻ്റെ നമ്പരും അപ്പം എല്ലാം നമ്മളിതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് മുമ്പ് മെക്സിക്കോ ഗ്രാസ് വച്ചിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവർ നല്ലതുപോലെ അതിൻ്റെ മണ്ണൊക്കെ നന്നായിട്ട് ഇളക്കി അതിൻ്റെ പഴയ നമ്മൾ രണ്ടാമത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പുതിയ ഗ്രാസ് നമ്മൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ ഇപ്പോൾ ഇവർക്ക് പേൾ ഗ്രാസ് മതി എന്ന് മിനിയേച്ചർ പേൾ ഗ്രാസ് മതി എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അതാണ് രണ്ടാമത് വയ്ക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നന്നായിട്ട് ഇത് ഒരു പിക്കാസിനോ മറ്റോ കൊത്തി ഇളക്കിയിട്ട് നമ്മൾ പഴയ ഗ്രാസിൻ്റെ വേര് എല്ലാം നമ്മൾ നല്ലതുപോലെ എടുത്ത് മാറ്റണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ സൈഡിലൊക്കെ ഇത് പൊടിച്ച് വരുമ്പോഴത്തേക്ക് രണ്ടും രണ്ട് രൂപത്തിലാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത്. ആദ്യം നമ്മൾ പഴയ ഗ്രാസിൻ്റെ വേര് സഹിതം നമ്മളിതിലെടുത്ത് മാറ്റുന്നുണ്ട്. നന്നായി കൊത്തി പിക്കാസിനൊക്കെ കൊത്തി ഇളക്കിയതിന് ശേഷം പഴയ വേരുകളും അതിൻ്റെ നീളത്തിലുള്ള ഒരു വേര് സൈഡിലൊക്കെ കാണും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചെടുക്കുക. നന്നായി ഇതുപോലെ വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് എല്ലുപൊടി മിശ്രിതം നമ്മൾ ഇട്ട് കൊടുക്കും. അതിനുശേഷം നമ്മൾ റെഡാർ നിർബന്ധമായിട്ട് ഒഴിക്കണം. അപ്പോൾ റെഡാർ വളരെ നല്ലതാണ്, നമുക്ക് ചിതലിൻ്റെ ശല്യമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ 1 ലിറ്റർ വെള്ളത്തിനകത്ത് ഒരു 2 ml, അതുപോലെ 5 ലിറ്റർ ക്യാനൊക്കെ ആണെങ്കിൽ ഒരു 10 ml ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം ഒന്ന് റെഡാർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഗ്രാസ് വെച്ച് പിടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മളെല്ലായിടത്തും എല്ലാ മൂലയും ചെടിയുടെ മൂലം പഴയ ഗ്രാസ് ഇരുന്നത് കൊണ്ട് നിർബന്ധമായിട്ട് നമ്മൾ റെഡാർ കൃത്യമായിട്ട് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ചിതലിൻ്റെ ശല്യം ഉണ്ടാകും. അപ്പോൾ അത് നന്നായി ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ഗ്രാസ് വെച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഗ്രാസ് വെച്ച് പിടിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, മരത്തിൻ്റെ മൂട്ടിലൊക്കെ നമ്മൾ ഇതുപോലെ കെട്ടില്ലെങ്കിൽ, സാധാരണ ചില മരങ്ങളുടെ മുകളിൽ ഇതുപോലെ കെട്ട് കാണില്ല, കെട്ടില്ലാത്ത മരത്തിൻ്റെ മൂട്ടിലൊക്കെ നമ്മൾ നന്നായിട്ട് റെഡാർ ഒഴിക്കണം. ഈ ഭാഗങ്ങളിൽ നിന്നും ഈ മരത്തിന് ചീളൊക്കെ ഇരുന്നിട്ട് നമുക്ക് ചെതൽ കയറും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ മിനിയേച്ചർ പേൾഗ്രാസാണ് വെച്ചിരിക്കുന്നത്. അത് മെയിൻ്റനൻസ് കുറഞ്ഞ ഒരു പേൾഗ്രാസാണ്. വെള്ളം കൃത്യമായിട്ട് വാർന്ന് പോകാനുള്ള ഒരു ചരിവ് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഒരു 4 മാസം കൂടുമ്പോഴൊക്കെ മെയിൻ്റനൻസ് ചെയ്താൽ മതി. നല്ല രീതിക്ക് ഇത് വളർന്നു വരും. ഇപ്പോൾ നമ്മൾ ഇന്ന് വെച്ചതാണ്, 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല ഗ്രോത്ത് ആയിട്ട് വരും. ഇപ്പോൾ എല്ലാ വലിയ നഴ്സറികളൊക്കെ ഇതിൻ്റെ ഷീറ്റ് അവൈലബിൾ ആണ്. നമുക്ക് തന്നെ നമ്മൾ വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാം നമ്മൾ നല്ല രീതിക്ക് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നന്നായി ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആദ്യത്തെ 2 ദിവസങ്ങളിൽ 2 നേരവും പിന്നെ ദിവസത്തിൽ 1 നേരവും വെള്ളം നനച്ച് കൊടുക്കുക. ഇപ്പം മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ ഒരു 2 ദിവസത്തേക്ക് പിന്നെ നനയ്ക്കരുത്, അത് നമ്മൾ ചെടി അഴുകി പോകാൻ സാധ്യതയുണ്ട്. വെള്ളം വാർന്നു പോകാനുള്ള ഒരു ചരിവ് നിർബന്ധമായിട്ടും ഇട്ട് വേണം നമ്മൾ ഗ്രാസ് വയ്ക്കുവാൻ. അപ്പോഴും നമുക്ക് ഗ്രാസ് കേടൊന്നും ഇല്ലാതെ നന്നായിട്ട് നമുക്ക് കിട്ടും. ഒരുപാട് പേര് ഇങ്ങനെ കംപ്ലയിൻറ്റ് പറയുന്നത് ഗ്രാസ് വെച്ച് കുറച്ച് കഴിയുമ്പോൾ അത് കേടായി പോകുന്നത് നിർബന്ധം